സ്വന്തമായൊരു വീട്. ഇത് നമ്മളിൽ പലർക്കും വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ഈ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു വീട് പണിയാനോ നമുക്ക് ഹോം ലോൺ എടുക്കേണ്ടി വരും. ഈ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് ഫിക്സഡ് ഇൻട്രസ്റ്റും മറ്റേത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റും. ഇതിലേതാണ് നമുക്ക് ലാഭം? ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. സോ ഫിക്സഡ് ഇൻട്രസ്റ്റും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റും നമുക്കാദ്യം ഇതിൻ്റെ ബേസിക്കിൽ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഫിക്സഡ് ഇൻട്രസ്റ്റ്. പേര് പോലെ തന്നെ ഫിക്സഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ ഒരു ലോണിന് ഉണ്ടായിരിക്കുക. നമ്മൾ ലോൺ എടുത്ത് ലോൺ തിരിച്ചടയ്ക്കുന്ന കാലാവധിയിൽ മുഴുവൻ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയി തന്നെ നിലനിൽക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ലോൺ എടുക്കുന്നത് 10% കരുതുക. ഒരു 15 വർഷം കൊണ്ടാണ് നിങ്ങളിത് തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ ഈ 15 വർഷവും നിങ്ങളുടെ ലോണിൻ്റെ പലിശ നിരക്ക് ഈ 10% തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ലോൺ എടുത്ത തുകയും ഈ ഒരു 10% പലിശയും ചേർത്തുള്ള തുക ഈ 15 വർഷം കൊണ്ട് നിങ്ങളൊരു ഫിക്സഡ് EMI ആയി തിരിച്ചടയ്ക്കുന്നു. ഇതാണ് ഫിക്സഡ് ഇൻട്രസ്റ്റിൽ സംഭവിക്കുന്നത്. ഫിക്സഡ് ഇൻട്രസ്റ്റിൻ്റെ പലിശ നിരക്ക് എപ്പോഴും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിനേക്കാൾ ഒരല്പം കൂടുതലായിരിക്കും. അതിന് കാരണം ബാങ്ക് ഒരു പ്രിക്കോഷൻ എടുക്കുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു ഫിക്സഡ് ഇൻട്രസ്റ്റിൽ ലോൺ തന്നു കഴിഞ്ഞ് പിന്നീട് പെട്ടെന്ന് ആകെയുള്ള പലിശ നിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് ബാങ്കിന് വലിയൊരു നഷ്ടം സംഭവിക്കാതിരിക്കാനാണ് എപ്പോഴും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിനേക്കാൾ ഒരല്പം കൂടുതലായിട്ട് ഫിക്സഡ് ഇൻട്രസ്റ്റ് അവർ ഫിക്സ് ചെയ്യുന്നത്. അടുത്തതായി ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ആണ്. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിൽ നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന ആ ഒരു കാലാവധിയിൽ ഇതിൻ്റെ പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കും. ഇത് മാറുന്നത് ചില എക്സ്റ്റേണൽ ഫാക്ട് അനുസരിച്ചാണ്. ഏറ്റവും പ്രധാനമായിട്ടും RBIയുടെ റിപ്പോ നിരക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പലിശ നിരക്കിൽ മാറ്റം വരിക. RBI റിപ്പോ നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ ഹോം ലോണിൻ്റെ പലിശ നിരക്ക് കുറയും. അതുപോലെ RBI റിപ്പോ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഹോം ലോണിൻ്റെ പലിശ നിരക്ക് കൂടും. അത് മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസും ഇൻഫ്ലേഷൻ റേറ്റും എല്ലാം അനുസരിച്ചാണ് RBI ഇത്തരത്തിലുള്ള റിപ്പോ നിരക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. എക്കണോമി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ലോൺ അടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും RBI പലിശ നിരക്ക് കൂട്ടും. അതേപോലെ എക്കണോമി വളരെ മോശം അവസ്ഥയിലാവുമ്പോൾ ആളുകളുടെ കയ്യിൽ അധികം പണം ഉണ്ടാവില്ല. ആ സമയത്ത് RBI പലിശ നിരക്ക് കുറയ്ക്കും. സോ ദാറ്റ് ആൾക്കാർക്ക് അവരുടെ കയ്യിലുള്ള ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റും. സോ നിങ്ങൾ ലോൺ എടുത്ത് അത് തിരിച്ചടച്ച് തീരുന്നത് വരെ അതിനിടയിലുണ്ടാകുന്ന മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ഈ ലോണിൻ്റെ പലിശ നിരക്ക് കൂടിയും കുറഞ്ഞു വരിക്കും. ഓരോ 3 മാസം കൂടുമ്പോഴാണ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിൽ പലിശ നിരക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു റൂള് RBI കൊണ്ടുവരാൻ കാരണം പലിശ നിരക്ക് കൂടുമ്പോൾ ബാങ്ക് ഇമീഡിയറ്റ്ലി ഈ പലിശ നിരക്ക് കൂട്ടും. പക്ഷേ പലിശ നിരക്ക് കുറയുന്ന സമയത്ത് ബാങ്ക് പെട്ടെന്ന് തന്നെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാറില്ല. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 3 മാസം കൂടുമ്പോൾ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പുതുക്കണം എന്നുള്ള റൂള് RBI കൊണ്ടുവന്നത്. ഇനി ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിൽ പലിശ നിരക്ക് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ EMIക്കും ലോണിനും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ പലിശ നിരക്ക് കുറഞ്ഞു എന്ന് കരുതുക. അങ്ങനെ പലിശ നിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങളുടെ EMI അല്ല കുറയ്ക്കുക, നിങ്ങളുടെ ലോൺ തിരിച്ചടയ്ക്കുന്ന കാലാവധിയാണ് കുറയ്ക്കുക. നിങ്ങളുടെ EMI അതായി തന്നെ നിലനിർത്തും. അപ്പോൾ 15 വർഷം കൊണ്ട് അടയ്ക്കേണ്ട ലോൺ ചിലപ്പോൾ 14 വർഷം കൊണ്ട് നിങ്ങൾക്ക് അടച്ച് തീർക്കാൻ പറ്റും. ഇനി ഇൻ കേസ് പലിശ നിരക്ക് കൂടിയെന്ന് കരുതുക. പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് EMI അതായി തന്നെ നിലനിർത്തി കൂടുതൽ കാലം കൊണ്ട് ആ ലോൺ അടച്ചു തീർക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലോൺ തിരിച്ചടയ്ക്കുന്ന കാലാവധി അതായി തന്നെ നിലനിർത്തി, ഇപ്പോൾ 15 വർഷമാണെങ്കിൽ 15 വർഷം തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ EMI എമൗണ്ട് കൂടും. അങ്ങനെ EMI കൂടുതൽ അടച്ച് നിങ്ങൾക്ക് അതേ സമയം കൊണ്ട് തന്നെ ലോൺ ക്ലോസ് ചെയ്യാം. ബാങ്ക് ഇത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രായം അനുസരിച്ചാണ്. നിങ്ങളുടെ പ്രായം 40 വയസ്സിൽ താഴെയാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് കൂടുതൽ സമയം കൊണ്ട് തിരിച്ചടയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റി തരും. ഒരേ EMI തന്നെ കൂടുതൽ സമയം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ പ്രായം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് കുറവായിരിക്കും. സോ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ലോൺ തിരിച്ചടയ്ക്കുന്ന കാലാവധി കൃത്യമായി തന്നെ നിലനിർത്തുന്നു. അതായത് 15 15 അല്ലെങ്കിൽ 20 വർഷമായി തന്നെ നിലനിർത്തി നിങ്ങളുടെ EMI ആണ് കൂട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സമയത്തും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിൻ്റെ പലിശ നിരക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റിനേക്കാളും കുറവായിരിക്കും. അതേപോലെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റി ഇല്ല എന്നതാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന ലോൺ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പാർഷ്യലായോ അല്ലെങ്കിൽ മുഴുവനായോ തന്നെ അടച്ചു തീർക്കാം. അതിനായിട്ട് നിങ്ങളൊരു പെനാൽറ്റി അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ
ഫിക്സഡ് ഇൻട്രസ്റ്റ് ലോണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ലോൺ മുൻകൂട്ടി ക്ലോസ് ചെയ്യുന്നതിന് നിങ്ങളൊരു എമൗണ്ട് 2% 3% ഒക്കെയാണ് വരിക. ആ ഒരു എമൗണ്ട് നമ്മൾ പെനാൾട്ടി ആയിട്ട് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. സോ ഇതാണ് ഫിക്സഡ് ഇൻട്രസ്റ്റും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റും. സോ ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, ഇതിലേതാണ് ഹോം ലോൺ എടുക്കുമ്പോൾ നമുക്ക് ലാഭം? ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ആണെങ്കിലും അത് ലോൺ എടുക്കുന്ന ആൾക്ക് ലാഭകരമാവുന്നത് നിങ്ങൾ ലോൺ എടുക്കുന്ന ആ സമയത്തിനനുസരിച്ചാണ്. സോ നിങ്ങൾ എപ്പോഴാണോ ലോൺ എടുക്കുന്നത് ആ ഒരു സമയത്തെ കണ്ടീഷൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലിശ കുറച്ച് നിങ്ങൾക്ക് ലോൺ ലഭിക്കും. നിങ്ങൾക്ക് ലാഭകരമായി ആ ലോൺ തിരിച്ചടയ്ക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2021 ജൂണിലാണ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിലേതാണ് ലാഭകരം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. കാരണം ചിലപ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ ഈ ലോൺ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതേപോലെ ഈ വീഡിയോ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ കാണുമ്പോഴും അയാൾക്കും ഇത് ഉപകാരപ്പെടണം. സോ നിങ്ങൾ ഏത് സമയത്താണോ ലോൺ എടുക്കുന്നത് ആ സമയം അനലൈസ് ചെയ്ത് അതിൽ നിന്നും ഫിക്സഡ് ആണോ ഫ്ലോട്ടിംഗ് ആണോ നല്ലതെന്ന് തിരഞ്ഞെടുക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ആദ്യം ഫിക്സഡ് ഇൻട്രസ്റ്റ് ലോണ് എപ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം. എക്കണോമി മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ എക്കണോമി മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തേത് നമുക്ക് നോക്കേണ്ടത് RBIയുടെ അപ്പോഴത്തെ റിപ്പോ നിരക്കാണ്. RBIയുടെ റിപ്പോ നിരക്ക് വളരെ ലോ ആണെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുക്കുക. കാരണം എക്കണോമി വളരെ ഡൗൺ ആയ സമയത്താണ് RBI റിപ്പോ നിരക്ക് കുറയ്ക്കുക. അതിനുശേഷം എക്കണോമി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ എക്കണോമി പഴയതുപോലെയാവും, ആൾക്കാരുടെ സ്പെൻഡിങ് പവർ കൂടും. ആ സമയത്ത് വീണ്ടും RBI റിപ്പോ നിരക്ക് കൂട്ടും. സോ നിങ്ങൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഫിക്സഡ് ഇൻട്രസ്റ്റിൽ ലോൺ എടുത്തിരുന്നെങ്കിൽ പിന്നീട് RBI റിപ്പോ നിരക്ക് കൂട്ടുമ്പോൾ പലിശ നിരക്ക് കൂടിയാൽ അത് നിങ്ങളെ ബാധിക്കില്ല. സോ നിങ്ങൾ ഓൾറെഡി എടുത്ത ലോൺ തന്നെയായിരിക്കും ലാഭകരം. സോ എക്കണോമി ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, അതേപോലെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹോം ലോൺ എടുക്കുമ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കുക. ഇനി അടുത്ത പോയിന്റ്, നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് ഏത് തരം ലോണാണ് പുഷ് ചെയ്യുന്നതെന്ന് നോക്കുക. ഹോം ലോൺ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ 2 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ പുഷ് ചെയ്യുക? നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റാണ്. സോ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് പുഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യുക. സോ ബാങ്ക് എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിനെ പുഷ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലോട്ടിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഫിക്സഡിനേക്കാളും കുറവായിരിക്കും. ഈ ഡിഫറൻസ് അവർ പരമാവധി കൂട്ടും. ഈ 0.3 എന്നുള്ളത് ചിലപ്പോൾ 1% വരെ എത്താം. സോ ഈ ഡിഫറൻസ് കൂടുമ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ആണ് ലാഭകരമായിട്ട് തോന്നുക. സോ അതിനർത്ഥം അവർ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിനെയാണ് പുഷ് ചെയ്യുന്നതെന്നാണ്. സോ ആ സമയങ്ങളിൽ നമ്മൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യുക. കാരണം അല്പസമയം കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിനെ പുഷ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് എപ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ടത് നോക്കുക. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോഴത്തെ ഇക്കണോമിയുടെ ഒരു പെർഫോമൻസ് നിങ്ങൾ നോക്കുക. അതേപോലെ RBIയുടെ റിപ്പോ നിരക്ക്. RBIയുടെ റിപ്പോ നിരക്ക് ഉയർന്നു പോയിട്ട് ഒരു പോയിന്റിൽ കുറച്ച് നേരം സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇനി അത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുക്കുക. കാരണം ഉടൻ തന്നെ പലിശ നിരക്ക് താഴേക്ക് വരും. സോ ഇപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾ ലോൺ എടുത്താൽ അധികം വൈകാതെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരും. അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ അടച്ചാൽ മതി. ഇനി അടുത്ത് നോക്കേണ്ട ഒരു കാര്യം, ബാങ്ക് ഫിക്സഡ് ഇൻട്രസ്റ്റിനെയാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ ബാങ്ക് എങ്ങനെയാണ് അത് പുഷ് ചെയ്യാന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഫ്ലോട്ടിങ്ങും ഫിക്സഡും തമ്മിലുള്ള പെർസെൻറ്റേജിലെ ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും. 0.3% 0.5% ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതിൽ കാര്യമായൊരു വ്യത്യാസം തോന്നില്ല. സോ ബാങ്ക് എപ്പോഴും ഫിക്സഡ് നമ്മളോട് തിരഞ്ഞെടുക്കാൻ പറയും. സോ ബാങ്ക് ഫിക്സഡ് ഇൻട്രസ്റ്റിനെയാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുക്കുക. കാരണം അത്തരം സാഹചര്യങ്ങളിൽ അധികം വൈകാതെ തന്നെ പലിശ നിരക്ക് താഴേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഒരു ഉയർന്ന നിരക്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് റിപ്പോ നിരക്ക് കുറയുന്നതിൻ്റെ യാതൊരു അഡ്വാൻറ്റേജും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ഉയർന്ന പലിശ തന്നെ അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു ഫാക്റ്റ് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള എമൗണ്ട് ഇനി വരാനുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, സോ നിങ്ങൾക്ക് പെട്ടെന്ന് ബൾക്കായ എമൗണ്ട് ഇടയ്ക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റുള്ള ലോൺ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിൽ പ്രീ പേയ്മെൻറ്റിന് നമുക്ക് പെനാൽറ്റി ഒന്നും കൊടുക്കണ്ട. നമ്മുടെ കയ്യിൽ കൂടുതൽ പണം വരുന്ന സമയത്ത്
നിങ്ങൾക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാം. അപ്പോൾ ഒറ്റയടിക്ക് വേണമെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് അടച്ച് നിങ്ങൾക്ക് ആ ലോണ് കുറയ്ക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. നിങ്ങൾക്ക് ഒന്നുകിൽ EMI കുറച്ചിട്ട് അതേ കാലയളവ് കൊണ്ട് തന്നെ അടച്ചു തീർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ EMI തന്നെ നിലനിർത്തി കുറഞ്ഞ കാലയളവ് കൊണ്ട് ഈ ലോൺ അടച്ചു തീർക്കാം. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വലിയ എമൗണ്ട് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സോ നിങ്ങളുടെ കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ലോണ് യാതൊരു പെനാൾട്ടിയും ഇല്ലാതെ അടച്ചു തീർക്കാം. പക്ഷേ അതേസമയം നിങ്ങളൊരു സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി ഉണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഓരോ പ്രൊമോഷനൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാലറി കൂടി വരും. അപ്പോൾ പിന്നീട് നിങ്ങളുടെ വരുമാനം കൂടുമ്പോഴും നിങ്ങളുടെ EMI എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു എമൗണ്ട് തന്നെ കാലാകാലം അടച്ചു പോയാലും മതി. സോ നിങ്ങൾക്കൊരു റെഗുലർ സാലറി, റെഗുലർ വരുമാനമാണ് ഉള്ളതെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ലോണുകളാണ് നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ട് ആവുക. ബൾക്ക് എമൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് അടച്ചു തീർക്കാം. സോ പ്രീ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോഴത്തെ RBIയുടെ റെപ്പോ നിരക്ക് 4%. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോം ലോൺ എടുക്കുന്നവർക്ക് 7%-നോ ചിലപ്പോൾ അതിനേക്കാൾ താഴെയുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിനോ ഹോം ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഹോം ലോൺ എടുത്തിട്ട് 10%-ന് മുകളിലൊക്കെ പലിശ ഇപ്പോൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പലിശ നിരക്കൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബാങ്കുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ബാങ്കിനോട് പലിശ നിരക്ക് കുറച്ച് തരാൻ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് വിചാരിച്ചാൽ ഒരു 7%-ലേക്കൊക്കെ നിങ്ങളുടെ പലിശ നിരക്ക് കുറച്ച് തരാൻ പറ്റും. ഇൻ കേസ് അവർ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ബാങ്കുമായിട്ട് ബന്ധപ്പെടുക. ബാങ്കുകളുടെ പ്രത്യേകത, പുതിയൊരു കസ്റ്റമർ വരുമ്പോൾ അവർ പരമാവധി ഓഫർ കൊടുക്കും. സോ നിങ്ങൾ മറ്റൊരു ബാങ്കിൽ പോയി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കസ്റ്റമർ എന്ന നിലയ്ക്ക് 7%-നോ ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞൊരു എമൗണ്ടിനോ ലോൺ ലഭ്യമാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ബാങ്കുമായി സംസാരിച്ച് ഈ ലോൺ അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. സോ ഇത്തരത്തിൽ ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഈ ടേക്ക് ഓവറിന് വരുന്ന എക്സ്ട്രാ ചാർജുകൾ, ഈ പ്രോസസ്സിംഗ് ഫീ, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് മൊത്തത്തിൽ ഇപ്പോൾ ലോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന EMIയും എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാഭകരമാണെങ്കിൽ, അതായത് കാലാവധി കുറയുന്നുണ്ടോ അല്ലെങ്കിൽ EMI കുറയുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ ഒരു ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുറഞ്ഞ പലിശയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ റെപ്പോ നിരക്ക് 4% ആയതിനു ശേഷം പലരും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും കുറഞ്ഞ EMIയിലും കുറഞ്ഞ പലിശയിലും ഇപ്പോൾ ലോണ് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുക്കണോ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ഭാവിയിലും ഈ വീഡിയോ കാണുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ്. സോ ഇപ്പോഴത്തെ ഒരു കാര്യം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്റ്റും പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എക്കണോമി ഡൗൺ ആണ്. കോവിഡ് ബാധിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള എക്കണോമി ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ RBIയുടെ റിപ്പോ നിരക്ക് 4%. സോ മൊത്തത്തിലുള്ള വിവിധ ബാങ്കുകളുടെ ഹോം ലോൺ ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. 7%-മോ അതിന് താഴെയോ നിരക്കിൽ നിങ്ങൾക്കിപ്പോൾ പുതിയ ഹോം ലോൺ കിട്ടും. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ ഫാക്റ്റും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതായിരിക്കും ബെറ്റർ? അതെ, ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബെറ്റർ ആയിരിക്കുക. ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ലോൺ എടുക്കുന്ന സമയത്ത് അപ്പോഴത്തെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റും മൊത്തത്തിലുള്ള എക്കണോമിയുടെ ഒരു പെർഫോമൻസും അതേപോലെ നിങ്ങളുടെ ഇൻകമിൻ്റെ ഒരു രീതിയും നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് ഫിക്സഡ് ആണോ ഫ്ലോട്ടിംഗ് ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിനനുസരിച്ച് ലാഭകരമായ രീതിയിൽ ഹോം ലോൺ എടുക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഈ ചാനലിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.